ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതിനാലല്ലേ എല്ലാ മതക്കാർക്കും തുല്യ അവകാശം നൽകുന്ന സെക്കുലറിസം ഇവിടെ നിലനിൽക്കുന്നത്? ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ ഇന്ത്യയും മതാധിഷ്ഠിത ഇസ്ലാമിക രാജ്യമാവുകയും മറ്റ് മതാനുയായികൾ രണ്ടാന്തരം പൗരന്മാരാവുകയോ മതം മാറാൻ നിർബന്ധിതരാവുകയോ ചെയ്യുമായിരുന്നില്ലേ? ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും എല്ലാവരും കൂടി അംഗീകരിച്ചതാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ ഭരണഘടനയിൽ ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാരും തുല്യാവകാശമുള്ള, യാതൊരു വിവേചനവും അനുഭവിക്കാത്ത ഒന്നായിരിക്കും ഇന്ത്യ രാജ്യം എന്ന് വിഭാവനം ചെയ്തതാണ് ഭരണഘടനയുടെ ലക്ഷ്യം. ജാതിയുടെയോ മതത്തിന്റെയോ മറ്റെന്തിന്റെയോ അടിസ്ഥാനത്തിൽ ആളുകൾക്കിടയിൽ ഒരു വിവേചനവും അനുവദിക്കുന്നില്ല. ഇത് അംഗീകരിച്ചത് മുസ്ലിങ്ങൾ കൂടി അംഗങ്ങളായ ഭരണഘടനാ സഭയാണ്. ആ ഭരണഘടന ഇപ്പോഴും മാറ്റമില്ലാതെ, വലിയ ഭേദഗതികളില്ലാതെ തുടരുന്നു. ആ തത്വങ്ങളിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ രാജ്യം എന്താകുമായിരുന്നു എന്ന ചോദ്യം അപ്രസക്തമാണ്. മുസ്ലിങ്ങളുടെ രാജ്യത്ത് സെക്യുലർ രാജ്യങ്ങൾ, മുസ്ലിങ്ങളുടെ ഭരണത്തിൽ സെക്യുലർ രാജ്യങ്ങളുണ്ട്, സെക്യുലറിസത്തിൽ നിന്നും വ്യത്യസ്തമായ രാജ്യങ്ങളുമുണ്ട്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന ഒന്നും ലോകത്തില്ല. ശരിയായ അർത്ഥത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ലോകത്തില്ല. സൗദി അറേബ്യയിൽ അവിടുത്തെ രാജവംശത്തെ അടിസ്ഥാനം, ഞാൻ അവരുടെ ഭരണഘടന വായിച്ചിട്ടുണ്ട്, എൻ്റെ തന്നെ കോപ്പിയുണ്ട്. സൗദി അറേബ്യയുടെ ഭരണഘടനയുടെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. ആ ഭരണഘടനയാക്കും ഇസ്ലാമിന്റെ എല്ലാ തത്വങ്ങളോടും നീതി ചെയ്യുന്നതല്ല. ഇറാൻ ഭരണഘടന ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നാണ് ആ രാജ്യത്തെ പറ്റി പറയുന്നതെങ്കിലും അതും പൂർണ്ണ അർത്ഥത്തിൽ ഇസ്ലാമിക ഭരണഘടനയല്ല. അതുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇത് അനുവദിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം അപ്രസക്തമാണ്. അതേ അവസരത്തിൽ ഒരു ഇസ്ലാമിക ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭരണഘടന എങ്ങനെയായിരിക്കണമെന്ന് 1951 കറാച്ചിയിൽ യോഗം ചേർന്ന അഖില പാകിസ്ഥാൻ ഇസ്ലാമിക സംഘടനകളുടെ സമ്മേളനം സയ്യിദ് സുലൈമാൻ നദിയുടെ നേതൃത്വത്തിലായിരുന്നു, അത് അധ്യക്ഷതയിലായിരുന്നു ചേർന്നത്. സയ്യിദ് അബുലാൽ മൗദൂദിയൊക്കെ അതിൽ മുഖ്യ പങ്ക് വഹിച്ചതാണ്. ആ സമ്മേളനം അംഗീകരിച്ച ഒരു രൂപരേഖയുണ്ട് ഭരണഘടനയ്ക്ക്. 22 വകുപ്പുകളുണ്ട്. ആ ഭരണഘടന, ആ വകുപ്പുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടുത്തെ എല്ലാ പൗരന്മാർക്കും സമ്പൂർണമായ സമത്വവും വിവേചനങ്ങളില്ലാത്ത അവകാശങ്ങളും നൽകുന്നുണ്ട്. ഇതൊന്നും കാണാതെ സെക്യുലറിസത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിനാകെ കാരണമായത് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ടെന്ന് അവകാശപ്പെടുന്നത് വസ്തുതയല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴാവട്ടെ ആ സെക്യുലറിസത്തെയും നിരാകരിക്കുന്ന കക്ഷിക്കാണ് ഇവിടെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്. അവർ അധികാരത്തിൽ തുടരുന്നത്. ഒരർത്ഥത്തിലും ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന മതേതരത്വത്തെ അവർ അംഗീകരിക്കാതെ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ എല്ലാവരും ചേർത്ത് തോൽപ്പിക്കുകയല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ആ കാര്യത്തിലൊരു ബാധ്യതയില്ല എന്നുകൂടി ഞാൻ ഓർപ്പിക്കാം.